മനസാക്ഷിയില്ലാത്ത മനുഷ്യർ നമുക്ക് പലപ്പോഴും തോന്നുന്ന ചില കാഴ്ചകളാണ്. അതായത് പ്രായമായ ആളുകൾക്ക് നടക്കാൻ വഴിയില്ലാത്ത, കൊച്ചു കുട്ടികൾക്ക് അവർക്ക് നടക്കാൻ വഴിയില്ല. അതായത് അവർക്ക് ചുറ്റും ഏതെങ്കിലും കോമ്പൗണ്ടായിരിക്കും, മതിലുകളായിരിക്കും. ഇവരിതൊക്കെ ചാടി കടന്നു വേണം. ഒരുപാട് വാർത്തകൾ, എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ഒരുപാട് വാർത്തകൾ ഇതിനുവേണ്ടി വരാറുണ്ട്. ഇതിൻ്റെ വിഷ്വൽസും വരാറുണ്ട്. മാധ്യമങ്ങൾ അത് ആഘോഷിക്കാറുണ്ട്. അവിടുത്തെ നാട്ടുകാരും ഇത് ആഘോഷിക്കാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ഇവർക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടാറില്ല. ഇവരും എപ്പോഴും അങ്ങനെ തന്നെയാണ്. വഴിതർക്കം കേരളത്തിൽ പണ്ട് മുതൽ നമ്മൾ കാണുന്ന. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വഴിതർക്കങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം ആളുകൾ, അവർക്ക് എന്താണ് ബൈബിൾ കൊടുക്കുന്ന അഡ്വൈസ്? വഴിതർക്കത്തിൽ സിവിൽ റൈറ്റ്സ് തന്നെയാണ് വഴി എന്ന് പറയുന്നത്. അതായത് നമുക്ക് നടക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അതിനെ തടയാൻ ഒരു മനുഷ്യനും അവകാശമില്ല. നമ്മളുടെ ഏറ്റവും ജീവിക്കാനുള്ള അവകാശത്തിൽ ബേസിക് നീഡ്സ് ഇല്ലേ, ആ അവകാശങ്ങളിൽ വരുന്ന ഒരു റൈറ്റ് തന്നെയാണ് സിവിൽ റൈറ്റ് ആണ്. നടക്കാനുള്ള വഴി മാത്രമാണോ അതോ നമുക്ക് എന്തെങ്കിലും ഒരു ബൈക്ക് പോലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ്? 3 അടി മണ്ണ്. 3 അടി മണ്ണ് നമ്മളുടെ അവകാശമാണ്. പക്ഷെ അത് ആര് തരണം എന്നുള്ളത്, അത് പറയുവാണെങ്കിൽ വളരെ കോമഡി ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റൽ സിസ്റ്റം, ലോക്കൽ ബോഡീസിൻ്റെ, അതായത് പഞ്ചായത്ത് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അവരാണല്ലോ ലോക്കൽ ബോഡീസായിട്ട് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ലോക്കൽ ബോഡീസായിട്ട് നമ്മളെ സെർവ് ചെയ്യേണ്ട ആൾക്കാർ. അപ്പം അങ്ങനെ വരുന്ന ഈ ലോക്കൽ ബോഡീസ് അല്ലേ ശരിക്കും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരേണ്ടത്. എത്രത്തോളം അവർ പ്രാവർത്തികമാവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതാക്കുന്നത്. നിയമമില്ല എന്നുള്ളത് ഇല്ല, നിയമമുണ്ട്. ഇവിടെ ഈസ്മെൻറ്റ് റൈറ്റ്സ് എന്ന് പറയും ആ നിയമത്തിനെ പറയുവാണെങ്കിൽ. അതിൽ പ്രൈവറ്റായിട്ടും ഉള്ള ഈസ്മെൻറ്റ് റൈറ്റ്സ് ഉണ്ട്. അതുപോലെ വരുന്നതാണ് നെസസറി ടൈംസിൽ. അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഈസ്മെൻറ്റ് റൈറ്റ്സിനെ നമുക്ക് ഇങ്ങനെ പറയും. ക്വാറി ഇല്ലേ, ക്വാറി ആയിക്കോട്ടെ, ഞാറ് നടുന്നു എന്ന് വിചാരിക്കാം ഒരു പാടത്തിലോട്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴി കിട്ടുന്നു. അത് ഞാറ് നട്ട് കഴിഞ്ഞാൽ ആ വഴി തീരും. അത് എവിടെയും രേഖകളിൽ ഉണ്ടാവില്ല ഈ വഴി. കാരണം ഈ വഴി രേഖകളിൽ അന്നേരം ഞാൻ പറയാം A B എന്ന് പറയുന്നു. A ഞാറ് നടാൻ വേണ്ടിയിട്ട് ബിയുടെ സ്ഥലത്ത് കൂടെ ഒരു വഴി എടുത്തു എന്ന് വിചാരിക്കുക. B ഈ സ്ഥലം മറ്റൊരാൾക്ക് മറച്ച് വിറ്റു എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു. ഓക്കെ, അത് സിക്ക് കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിക്ക് ആ വഴി കിട്ടില്ല. കാരണം ഞാറ് നടാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഞാറ് നട്ട് കഴിഞ്ഞാൽ ഈ വഴി ക്ലോസ് ആകും. ക്വാറിക്ക് വേണ്ടി കൊടുത്തതാണ്. ആ വഴി ക്വാറി ഇതാക്കി കഴിഞ്ഞാൽ അത് ക്ലോസ് ആകും. ഇതിനെ പറയുന്നത് പ്രൈവറ്റ് ഈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കുറേ ഈസ്മെൻറ്റ്, 3ഓളം ഈസ്മെൻറ്റ് റൈറ്റ്സുകളിൽ വഴിയിൽ, അതിൽ ഒന്നിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനം, പഞ്ചായത്തിനോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അതിന് മുനിസിപ്പാലിറ്റിക്കോ നമുക്ക് 3 അടി വഴി നമുക്ക് തരാം. ഓക്കെ, ഞാനിപ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ, ഇപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് കാണുമ്പോൾ കോംപ്ലിക്കേഷൻ ആവുമല്ലോ. അതായത് വൈപ്പിലെ വിഷയമാണ് ഞാൻ ആദ്യം കോട്ട് ചെയ്തത്. 2 പ്രായമായ ആളുകൾ മതിൽ ചാടിക്കടന്ന് പോകുന്നു. അറിയാലോ പ്രായമായവരുടെ ബുദ്ധിമുട്ടെന്താണ്. ആ ഒരു കേസ് എടുത്ത് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? 2 പ്രായമായ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ സിറ്റിസൺസ് റൈറ്റ്സ് പോലും അവരുടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും അവർക്ക് സീനിയർ സിറ്റിസൺ റൈറ്റ്സ് ഉണ്ട്. അപ്പോഴും വഴി കൊടുക്കേണ്ടതായിട്ടുള്ള ലോക്കൽ ബോഡീസ് അവിടെ വന്നിട്ട് അവിടെ ഇതാക്കണം. ഇവിടെ പ്രാവർത്തികമാവാത്തത് എന്തുകൊണ്ടാണ്? എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടായിരിക്കണം. കാരണം നമ്മളുടെ പ്രസിഡൻ്റൊക്കെ വരുന്നത് നമ്മളിൽ നിന്നാണ്, ജനങ്ങളിൽ നിന്ന്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട്. അപ്പോൾ അവർക്ക് എന്തോരം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളുടെ പ്രസിഡൻറ്റിനും പഞ്ചായത്ത് പ്രസിഡൻറ്റിനും നമ്മളെ മുനിസിപ്പാലിറ്റി ഒക്കെ ഉള്ളവരിൽ അവർക്ക് എന്ത് എഡ്യൂക്കേഷനാണ് വേണ്ടത്, നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെയാണ് നമുക്ക് സെർവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടതല്ലോ. നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ വോട്ട് കൊടുക്കുന്നത്? അല്ലേ? അപ്പോൾ ഇതിൽ അവർ ഇടപെടുമ്പോൾ അവർക്കുള്ള എഡ്യൂക്കേഷൻ, അവർ പഠിക്കുകയാണ് 5 വർഷം ശരിക്കും പറഞ്ഞാൽ പല കേസും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരാൾ പഠിച്ച് 5 വർഷം, അടുത്ത ആൾ വരുന്നു 5 വർഷം കഴിയുമ്പോൾ അയാളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടായിരിക്കണം നമ്മളെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് 20 വർഷം നമ്മൾ പുറകിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇംപ്ലിമെന്റ് ചെയ്യാതെ പുറകെ പോയി നടക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ പ്രായമായവർ എന്ത് ചെയ്യണം? അവർക്ക് 3 അടി എന്തായാലും പഞ്ചായത്തിൽ നിന്ന് കിട്ടാൻ അവകാശമുണ്ട്. പഞ്ചായത്തിനോട് ചോദിക്കണം. പഞ്ചായത്തിൽ ആരോട് ചോദിക്കണം? അല്ല, അത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എൻക്യൂംബ്രൻസ് എന്ന് പറയുന്ന കുടിക്കടം എടുക്കണം ഈ ഇതിൻ്റെ. അതുപോലെ അത് സബ് രജിസ്ട്രാർ ഓഫീസിലാണ് പോയിട്ട് എടുക്കേണ്ടത്. അവിടെ പോയിട്ട് എടുത്തിട്ട് അതിൽ ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ എവിടെയായാലും ഈ സ്ഥലത്തിൻ്റെ എല്ലാ ലോക്കൽ സ്കെച്ച് ഉണ്ടാവും. നിങ്ങളെ സ്ഥലത്തിന് സ്കെച്ച് ഉണ്ടാവാറില്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥലത്തിന് ഓണർഷിപ്പ് കിട്ടൂ, പൊസിഷൻ കിട്ടുള്ളൂ, ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ.
മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലോക്കൽ സ്കെച്ചൊക്കെ ഇവരെ അടുത്തൊക്കെ ഉണ്ട്, ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ. അവിടെ പോയിട്ട് ഈ പറയുന്ന ലോക്കൽ സ്കെച്ചും എല്ലാം എടുത്തിട്ട് പോകണം. ഇവിടെ ഇങ്ങനെയൊരു വഴി ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് കാണിക്കണം, എന്നിട്ട് അത് ഇതാക്കണം. പക്ഷേ ഇത്രയൊന്നും ഇതില്ല. ശരിക്കും അത് ഈ നമ്മളെ സേവിക്കേണ്ട ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സേവിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ശരിക്കും നമ്മുടെ നാട്ടിലുള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും ഇതിലോട്ട് ആരും ഇടപെടുന്നില്ല അത്തരത്തിലുള്ള വിഷയങ്ങളോട്ട്. ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 വർഷം നടന്നു കഴിഞ്ഞാൽ, അതായത് ABC അതിൽ എയുടെ സ്ഥലത്ത് കൂടെ ഒരു പർട്ടിക്കുലർ ഭാഗത്തു കൂടെ ബിയും സിയും 20 വർഷക്കാലം നടക്കുന്നു എന്ന് വിചാരിച്ചു. ആ 20 വർഷക്കാലം ആകുമ്പോഴത്തേന് ഇത് പൊതുവഴിയായിട്ട് കൊടുക്കണം. പക്ഷെ അത് കൊടുക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇത് പ്രാവർത്തികമാവുന്നുണ്ടോ? ഇംപ്ലിമെൻറ്റേഷനാണ് എപ്പോഴും വൈകുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഇംപ്ലിമെൻറ്റേഷൻസ് വൈകുമ്പോഴാണ് പലപ്പോഴും കാര്യങ്ങൾ ഇതുള്ളത്. അതുപോലെ ഈ സീനിയർ സിറ്റിസനെ ആരെയായിരുന്നു എനിക്ക് മനസ്സിലായിടത്തോളം അതിപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കാതിരിക്കുന്നത് ചില പേപ്പേഴ്സ്, ചില ഡിപ്പാർട്ട്മെൻറ്റിലെ പേപ്പേഴ്സ്. അതായത് ഞാൻ പറയാം, ഭൂപരിഷ്കരണ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടല്ലേ പേപ്പേഴ്സ്. ഭൂപരിഷ്കരണ ഡിപ്പാർട്ട്മെൻറ്റ് പലർക്കും അറിയില്ല. റവന്യൂ കേസസ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ കളക്ടർ ഉണ്ടല്ലോ, കളക്ടർ ശരിക്കും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ കളക്ടറിന് പരാതി എഴുതിയിട്ട് പോകും. ആ പരാതി എഴുതിയിട്ട് പോകുമ്പോഴത്തേന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ പരാതി പോകും. കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കാര്യങ്ങളായിട്ടായിരിക്കും. പക്ഷെ അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണോ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. അത് കഴിഞ്ഞ് ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലല്ല ഇത് പോകേണ്ടതെന്ന് 1 വർഷകാലോ 1.5 വർഷകാലോ അവർ ഈ ഇതിട്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെയല്ല വരേണ്ടത്. പിന്നെ ആ ഫയൽ എടുത്തിട്ട് വീണ്ടും കൊണ്ടുപോയിട്ട് ഭൂപരിഷ്കരണം, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നു. അതുകൊണ്ട് ഈ നാടയിൽ എഴയുന്നു എന്നൊക്കെ പറയില്ലേ, ഇത് ആരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ഫയൽ നോക്കിയിട്ട് ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനില്ല അന്നേരം തന്നെ എഴുതുന്നു, അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കേണ്ടത് ആരാ? ഇംപ്ലിമെൻറ്റേഷനാണ് എപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ വരുന്നത്. അപ്പോൾ ഇവർ കോടതിയിലോട്ട് പോകണമെങ്കിലോ ഈ കേസുമായിട്ട് സിവിൽ കോടതികളിൽ പോകണം. ഈസ്മെന്റ് റൈറ്റ്സിന് എപ്പോഴും നിങ്ങൾ സിവിൽ കോടതികളിൽ പോകണം. ഈ കളക്ടറിനെ കണ്ടെത്തിയിട്ട് സിവിൽ കോടതികളിലേക്ക് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന എത്ര പേരാണോ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ഒരുമിച്ചാണ് നോട്ടീസ് പോകുന്നതും. ആ സാധനങ്ങൾ ഇവർ എതിർകക്ഷിയാണല്ലോ, അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പെറ്റീഷൻ പോകും. അപ്പോൾ പോകുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരേ സമയത്താണ് പോകുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ നിന്നൊക്കെയുള്ള റിപ്പോർട്ടും ഒരേ രീതിയിലാണ് ഈ പറയുന്ന പോലെ വരുന്നത്. അപ്പോൾ സിവിൽ കോടതിയിൽ ഈസ്മെന്റ് റൈറ്റ്സിന് വേണ്ടി ഇത് എത്ര നാളെടുക്കും ഇങ്ങനെ ഒരു വഴിത്തർക്കം സിവിൽ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ? എത്ര നാൾ നിങ്ങൾ ഈ സാധനം ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പം നിങ്ങൾ കോടതിയോട് ചോദിക്കണം 3 പ്രാവശ്യമായി. അത് നിങ്ങൾ ചോദിക്കാനില്ലാതെ, നിങ്ങൾ അഡ്വക്കേറ്റിനെ മീൻസ് കാണാതെ, അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യാതെ അഡ്വക്കേറ്റ് മാത്രം ഇത് നടത്തിക്കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴാണ് ബുദ്ധിമുട്ട്. പലപ്പോഴും ഒരു പ്രാവശ്യം ക്ലയൻറ്റ് വന്നു കഴിഞ്ഞ് കേസ് തന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലയൻറ്റ് വരാറേ ഇല്ല. വക്കീലുമാർ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടി അത് ഫോളോ ചെയ്യണം. ഓരോ സ്റ്റെപ്പും അവരെന്താണ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും ക്ലയൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് അഡ്വക്കേറ്റ്സിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇൻസ്ട്രക്റ്റഡ് ബൈ ക്ലയൻറ്റ് എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലാണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന വലിയ കോടതികളിൽ മാത്രമാണ് ഞാനായി മാറുന്നത്. അവിടെ കക്ഷിയില്ലാത്തത് കൊണ്ടാണ് ഞാനായിട്ട് മാറുന്നത്. താഴെ കോടതികളിൽ കക്ഷിയുണ്ട്, ട്രയലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, എക്സാമിനേഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ക്ലയൻറ്റ് ഇൻസ്ട്രക്റ്റഡ് ബൈ ക്ലയൻ്റ് ആണ് എപ്പോഴും വരുന്നത്. ഈ വഴിത്തർക്കത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുക കുറേ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തർക്കത്തിനൊപ്പം അത്തരത്തിലുള്ളൊരു ക്രിമിനൽ കേസും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നേരിടേണ്ടത്? നല്ലൊരു ക്വസ്റ്റ്യനാണ് റോജി. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സിവിൽ കേസിൻ്റെ കൂടെയല്ല ക്രിമിനൽ കേസ് ട്രീറ്റ് ചെയ്യേണ്ടത്. ക്രിമിനൽ കേസിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇപ്പം പറഞ്ഞ പോലെ വഴിയിലേക്ക് അതിക്രമിച്ച് വന്നതിന് ശേഷമേ തർക്കം ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളുടെ വഴിയിലേക്ക് മറ്റേ ആൾ അതിക്രമിച്ചിട്ടാണ് തർക്കമുള്ളത്. അവിടെ ട്രസ്പാസ് വന്നു, ക്രിമിനൽ ട്രസ്പാസ് ഒരു സെക്ഷനാണ്. അടിക്കുന്നു എന്ന് വെച്ചാൽ ഹേർട്ട് ഒരു സെക്ഷനാണ്. എത്രത്തോളം ഹേർട്ട് ആവുന്നുണ്ട്, ഗ്രീവിയസ് ആവുന്നുണ്ടോ എന്നുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ IPCയുടെ കീഴിലേക്കും CRPCയുടെ കീഴിലേക്കും ഈ സാധനത്തിന് വന്നു. അങ്ങനെയാകുമ്പോൾ ക്രിമിനൽ കോടതികളിലേക്ക് FIR പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോവുകയും അത് FIR ആയതിനു ശേഷം ആ FIR പ്രൊസീജിയറായിട്ട് ക്രിമിനൽ കോടതികളിലേക്ക് വേറൊരു കേസായിട്ടാണ് വരുന്നത്. ഇതും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ നമ്മൾ സിവിൽ കോടതികളിലേക്ക് ഇപ്പോൾ ക്രിമിനൽ കോടതിയിൽ ഈ കേസ് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു FIR ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അത് നമ്മൾക്ക് പെറ്റീഷനിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊരു ഗ്രീവിയസ്
സംഭവം കൂടി ഈ ഒരു തർക്കത്തിൽ നടന്നിട്ടുണ്ട്. ആയതിനാൽ അപ്പുറത്തെ കേസ് എൻ്റെ ഓർഡർ ഇതാണ്, അല്ലെങ്കിൽ ഇന്നതാണ്, അതിൻ്റെ ഫോളോ അപ്പ് ഇന്നതാണെന്നും പറഞ്ഞിട്ട് നമുക്ക് കോടതിനെ അറിയിക്കാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബം ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അതിന് ചുറ്റും പട്ടയമില്ലാത്ത ഭൂമിയായിരുന്നു. ഏകദേശം 20, 30, 40 വർഷമായിട്ട് അവിടെ വഴിയുണ്ട്. പെട്ടെന്ന് ഈ പട്ടയമുള്ള ഭൂമിയിൽ പട്ടയം ഉണ്ടാവുന്നു, അവിടെ ആളുകൾ കെട്ടുന്നു. ആക്ച്വലി സ്കെച്ചിൽ ആ വഴിയില്ല. അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ എന്ത് ചെയ്യും? അത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ പട്ടയമില്ലാത്ത ഭൂമി വരുന്ന സമയത്ത് ഉടമസ്ഥനാരാ? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അത് ഒരു പ്രോസസ്സിന് കൊടുത്ത വഴിയായിരിക്കണം. ആ പ്രോസസ്സ് കഴിഞ്ഞാൽ ആ വഴിയില്ല. അപ്പോൾ ഈ കുടുംബങ്ങളുടെ അവകാശം അവർ പൊതുവഴിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴി ഉണ്ടാകും. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ 3 അടിക്ക് എല്ലാ മനുഷ്യനും ആ 3 അടി കൂടെ കാറ് പോകുമെന്നൊന്നും ചോദിക്കരുത്. കാരണം 3 അടിക്ക് എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ അവൻ്റെ സ്ഥലത്തിലേക്ക് അവകാശമുണ്ട്. ആ 3 അടി അവൻ ഇതാക്കാൻ വേണ്ടിയിട്ട് അവൻ നടന്നിട്ട് ഈ ലോക്കൽ ബോഡീസിൽ പോയിട്ട്, പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, അവിടെ പോയി സ്കെച്ച് എടുത്തിട്ട് തൻ്റേതായിട്ടുള്ള സ്ഥലത്തിൻ്റെ ചുറ്റുമുള്ള ഈ തനിക്ക് പോകാൻ പറ്റുന്ന വഴി ഏതാണ്, പൊതുവഴി ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അവിടെ പൊതുവഴി ഉണ്ടാവും എന്തായാലും. ഗവൺമെൻറ്റിന് എല്ലാ സ്ഥലത്തിലേക്കും പ്ലോട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടൊരു വഴി കൊടുത്തേ പറ്റൂ. സോ അത് അങ്ങോട്ടൊരു വഴിയുണ്ട്. ആ വഴി നമ്മളെ കണ്ടുപിടിക്കേണ്ടത്. മിട്ടുമുയലിന് വഴി കാണിക്കുമെന്നുള്ളത് പോലെ, ഈ പറയുന്ന പോലെ നമ്മൾക്ക് തന്നെ സ്വയം വഴി കാണിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.